ഹലോ ഗൈസ്, ക്യാമ്പസ് ഓഫ് ഫിനാൻഷ്യൽ ഫ്രീഡം വിത്ത് നിസാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയമെന്ന് പറയുന്നത് ക്രെഡിറ്റ് സ്കോർ എന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം, പല വിഷയങ്ങളിലേക്ക് നമ്മൾ വായ്പകൾ എടുക്കുന്നവരാണ്. ഹോം ലോൺ ആയാലും വെഹിക്കിൾ ലോൺ, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ലോണുകൾ ആശ്രയിക്കുന്നവരാണ്, എഡ്യൂക്കേഷൻ ലോണിന് പോലും. അപ്പോൾ ഈ ലോണുകൾ ആശ്രയിക്കുമ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ മിക്കപ്പോഴും കണ്ടുവരുന്നുണ്ട്, ബാങ്കുകളിൽ പോകുമ്പോൾ ബാങ്ക് മാനേജേഴ്സ് പറയുന്നൊരു വാക്കുണ്ട്, സാറിന് ക്രെഡിറ്റ് സ്കോർ കുറവാണ്, അതുകൊണ്ട് വായ്പ തരാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് സ്കോർ എന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങളുമായി പരിചയം വയ്ക്കുന്നത്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ക്രെഡിറ്റ് സ്കോർ എന്താണെന്നും ഒരു ടോപ്പിക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ക്രെഡിറ്റ് ഏജൻസീസ്, ഇന്ത്യയിൽ അംഗീകരിച്ച ക്രെഡിറ്റ് ഏജൻസീസ് ഏതൊക്കെയാണെന്നുള്ള ടോപ്പിക്ക് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള, അങ്ങനെ 3 ടോപ്പിക്കായിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ക്രെഡിറ്റ് സ്കോർ എന്നാണ്. നമുക്കറിയാം, ക്രെഡിറ്റ് സ്കോർ എന്നത് ഒരു വ്യക്തിയുടെ ധനകാര്യമായ വിഷയങ്ങളിലെ രത്ന ചുരുക്കം വിളിച്ചു പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ക്രയവിക്രയങ്ങളിൽ, ധനവിനിയോഗത്തിൽ അല്ലെങ്കിൽ പണമിടപാടുകളിൽ എപ്രകാരമാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് സ്കോർ 300 മുതൽ 900 വരെ, 300 മുതൽ 900 വരെയാണ് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നിർണ്ണയിക്കാനായിട്ട് പലതരത്തിലുള്ള ഏജൻസികളെ ഇന്ത്യക്കകത്ത് അംഗീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നു. അപ്പോൾ വളരെ ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്കാണ് സാധാരണ നിലയിൽ വായ്പകൾ എളുപ്പത്തിൽ കിട്ടുന്നത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഈ വായ്പകൾ എടുക്കാൻ പോകുമ്പോൾ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ക്രെഡിറ്റ് സ്കോറിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി പറയാനുള്ളത്, ക്രെഡിറ്റ് സ്കോറിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ചരിത്രം, അതായത് പേയ്മെൻറ്റ് ഹിസ്റ്ററി. വായ്പകളുടെയും മറ്റ് ക്രെഡിറ്റ് കാർഡുകളുടെയും അതുപോലെ തന്നെ മറ്റ് ഓൺ ടൈം പേയ്മെൻറ്റുകളുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കും. നമ്മൾ വായ്പകൾ എടുത്തിട്ട് എപ്രകാരമാണ് തിരിച്ചടയ്ക്കുന്നത്, അതാണ് പേയ്മെൻറ്റ് ഹിസ്റ്ററി കൊണ്ട്. ഇപ്പം നിലവിൽ ക്രെഡിറ്റ് സ്കോറുകൾ നിർണ്ണയിക്കുന്നതിൽ വായ്പകളുടെ മാനദണ്ഡവും മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫ്യൂച്ചറിൽ അതൊരു പക്ഷേ നമ്മുടെ സേവിങ്സിനെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കാം ക്രെഡിറ്റ് സ്കോർ വരുന്നത്. അപ്പോൾ ഒരു വായ്പ ഉപഭോക്താവിൻ്റെ തിരിച്ചടവ് പരിശോധിച്ച് നൽകുന്ന ഒരു സ്കോറിംഗ് സംവിധാനമാണ് ക്രെഡിറ്റ് സ്കോർ എന്നത്. ക്രെഡിറ്റ് വിവര സർട്ടിഫിക്കറ്റിനൊപ്പം ഈ സ്കോർ നൽകുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ക്രെഡിറ്റ് സ്കോർ കൃത്യമായി നോക്കാൻ അറിയും. ഇപ്പോൾ ഈ നമ്മുടെ ഓൺലൈൻ പേയ്മെൻറ്റ് ആപ്പുകളായ പേടിഎമ്മിലും ഫോൺ പേയിലും ഗൂഗിൾ പേയിലും ഒക്കെ ക്രെഡിറ്റ് സ്കോർ സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ബാങ്കുകളുടെ ആപ്പുകളുണ്ട്. ബാങ്കുകളുടെ ആപ്പുകളിലൊക്കെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ സംവിധാനം കാണാൻ സാധിക്കുന്നുണ്ട്. തിരിച്ചടവിൻ്റെ കൃത്യത അളയ്ക്കാനുള്ള അളവുകോൽ കൂടിയാണ് ക്രെഡിറ്റ് സ്കോർ എന്നത് നമ്മൾ ഓർത്തിരിക്കണം. മെച്ചപ്പെട്ട തിരിച്ചടവിന് ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ആയിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. ക്രെഡിറ്റ് സ്കോർ എത്ര കണ്ട് ഉയരുന്നുവോ അത്ര കണ്ട് വായ്പ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുന്നു. ഉയർന്ന സ്കോർ കിട്ടിയ ആൾക്ക് വളരെ ശ്രേഷ്ഠതയും കൽപ്പിക്കാം. കാരണം ക്രെഡിറ്റ് സ്കോർ ബാങ്കുകൾ പരിശോധിക്കുമ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ മേലിൽ വായ്പ കൊടുക്കുന്നതിലേക്കുള്ള ഒരു ഉറപ്പാണ്, ട്രസ്റ്റാണ് ക്രെഡിറ്റ് സ്കോർ കൊടുക്കുന്നത് ബാങ്കുകൾ. ഇപ്പോൾ ഞാനൊരു വായ്പയ്ക്ക് വേണ്ടി ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ലോൺ എനിക്കൊരു ലോൺ പ്രോസസ്സായി കയ്യിൽ എമൗണ്ട് കിട്ടണമെങ്കിൽ ആ ലോൺ എടുക്കുന്നതിനുള്ള പ്രഥമ പരിഗണന കൊടുക്കുന്നതിലേക്ക് ബാങ്കുകൾ പരിശോധിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് സ്കോർ വെക്കുമ്പോൾ ബാങ്കുകൾക്ക് ഒരു വിശ്വാസ്യത കൂടെ കൊടുക്കണം. ഈ വ്യക്തിക്ക് ലോൺ കൊടുത്താൽ കൃത്യമായി തിരിച്ചടയ്ക്കുന്ന വ്യക്തിയാണ്, നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ. ഇനി അഥവാ മോശപ്പെട്ട ക്രെഡിറ്റ് സ്കോർ ആണ് എങ്കിൽ എന്താണ് വിഷയം? മോശപ്പെട്ട ക്രെഡിറ്റ് സ്കോർ ആണെങ്കിൽ എന്താ പ്രശ്നം? ഈ വ്യക്തിക്ക് ലോൺ കൊടുക്കാൻ കഴിയില്ല. പല സാഹചര്യങ്ങൾ കൊണ്ട് മോശപ്പെട്ട ക്രെഡിറ്റ് സ്കോർ വരാം. ക്രെഡിറ്റ് സ്കോർ മോശപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൺ ടൈം സെറ്റിൽമെൻറ്റ്. ഒരു വായ്പ അടച്ച് കൃത്യമായ ഇടവേളകൾ കൊണ്ട് പൂർത്തിയാക്കാതെ ബുദ്ധിമുട്ടിലായി അടവുകൾ മുടക്കം വന്ന് ഓൺ ടൈം സെറ്റിൽമെൻറ്റ് ചെയ്യുന്നൊരു സാഹചര്യം, ഒറ്റത്തവണ അടക്കിയ തീർപ്പാക്കൽ എന്ന് പറയും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ക്രെഡിറ്റ് സ്കോർ കുറയാം.
തീരുന്നില്ല. ജാമ്യം നിൽക്കുന്ന അവസ്ഥ നമുക്കറിയാം. ജാമ്യം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സാക്ഷ്യപ്പെടുകയാണ്. അവിടെ ഈ വ്യക്തി ഒരു കുറ്റവും ചെയ്യില്ല എന്നുള്ളൊരു ജാമ്യമാണ് സ്റ്റേഷനിൽ നമ്മൾ കൊടുക്കുന്നത്. സ്റ്റേഷൻ ജാമ്യം നമുക്കറിയാം. അതുപോലെ തന്നെ വസ്തുവൊക്കെ ജാമ്യം വെക്കുന്നവർ, ലോൺ എടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ പലപ്പോഴും പലപ്പോഴും ജാമ്യം നിന്നിട്ട് പെട്ടുപോകുന്നവരാണ് കൂടുതലും എന്നുള്ളത് നമ്മൾ അറിയണം. കാരണം ഈ ജാമ്യം നിൽക്കുന്ന വ്യക്തി ആർക്ക് വേണ്ടിയാണോ ജാമ്യം നിൽക്കുന്നത് അവൻ്റെ ക്രെഡിറ്റ് ചരിത്രം എന്താണ്, ഇവൻ കൃത്യമായി ലോൺ തിരിച്ചടയ്ക്കുന്ന വ്യക്തിയാണോ, ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം. അല്ലാതെ കയറി ജാമ്യം നിന്നിട്ട് ലോണിൻ്റെ എമൗണ്ട് കയ്യിൽ കിട്ടുമ്പോൾ ഈ ലോൺ എടുക്കുന്ന വ്യക്തി മുങ്ങുകയും ജാമ്യക്കാരൻ ലോൺ അടച്ച് ക്ലോസ് ചെയ്യുന്നതുമായ ഒരു സാഹചര്യം നമുക്ക് കണ്ടുവരുന്നുണ്ട്. പരിശോധിച്ച നമ്മുടെ ഇടയിൽ തന്നെ ഇഷ്ടം പോലെ അത്തരത്തിൽ കാണാൻ കഴിയും. ജനപ്രതിനിധികളെയും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിൽ കാണാൻ കഴിയും. തീരുന്നില്ല. ക്രെഡിറ്റ് സ്കോർ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞു, പേയ്മെന്റ് ചരിത്രം. രണ്ടാമത് ക്രെഡിറ്റ് ഉപയോഗം, ആകെ ക്രെഡിറ്റ് പരിധിയുടെ എത്ര ശതമാനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത് ക്രെഡിറ്റ് ചരിത്രം, എന്താണ് ക്രെഡിറ്റ് അക്കൗണ്ടുകളുടെ ഹിസ്റ്ററി, ദൈർഘ്യം, ലോൺ എടുത്താൽ എത്ര സമയം കൊണ്ട് ഇയാൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ, അതാണ് ക്രെഡിറ്റ് ചരിത്രം. പുതിയ വായ്പകൾക്ക് അപേക്ഷ കൊടുക്കുന്നുണ്ടോ, അതായത് വാരിക്കോരി ലോൺ എടുക്കുന്ന ഒരു പ്രവണത നമുക്കിടയിൽ കണ്ടുവരുന്നുണ്ട് യുവാക്കൾക്കിടയിൽ. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഓൺലൈൻ ആപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പലരും ആപ്പുകൾ എടുക്കുന്നതാണ് പതിവ്. അപ്പോൾ അത്തരത്തിൽ ഒരു വായ്പകൾ എടുക്കുന്ന ഒരു സംവിധാനം കണ്ടുവരുന്നത്. അപ്പോൾ ഒരുപാട് വായ്പകൾ എടുക്കരുത്. നമ്മളെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന വായ്പയെ എടുക്കാവൂ. അതിനാണ് പഴമക്കാരൊരു പഴഞ്ചൊല്ല് പറയുന്നത്, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താകൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ക്രെഡിറ്റ് മിശ്രിതം, ക്രെഡിറ്റിൻ്റെ വിവിധ തരം വായ്പകൾ നമുക്കറിയാം. ഹോം ലോൺ ഉണ്ട്. അത്തരത്തിലുള്ള വായ്പകളൊക്കെ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, തിരിച്ചടയ്ക്കുന്നത്. അപ്പോൾ ഇതാണ്